അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകളാണ്, അത് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മിക്സ്ഡ് വെജ് പക്കോട ആയിട്ടാണ് കേട്ടോ. ഇപ്പം ഇതിനു മുമ്പ് ഞാൻ 2-3 തരത്തിലുള്ള പക്കോട ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പി ആയിരുന്നു. എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്കോട ഉണ്ടാക്കി വരുമ്പോൾ ഒട്ടും തന്നെ ക്രിസ്പി ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ മുഴുവനും കാണുക, ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ കീമ പൊറോട്ട എല്ലാവരും കാണാൻ മറക്കരുതേ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള വെജ് പക്കോട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് മിക്സ് വെജ് പക്കോട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിന്നായിരിക്കണം കേട്ടോ, ഒരുപാട് തിക്നെസ് പാടില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, വഴുതനങ്ങ, കാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, സവാള, ഒരു 3 ബീൻസ്, പാലക്ക്, പച്ചമുളക്. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, അതായത് കോളിഫ്ലവർ വേണമെങ്കിൽ എടുക്കാം, കൂസ എന്ന് പറഞ്ഞ വെജിറ്റബിൾ ഇല്ലേ, കൂസ എടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്താൽ മതി, ഒരുപാട് എടുക്കണ്ട. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇഞ്ചി ആണെങ്കിൽ ഒരു അല്പം മാത്രം എടുത്താൽ മതി. പച്ചമുളക് ഒരു 3 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഉലുവയുടെ ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ചേർക്കുമ്പോൾ കസൂരി മേത്തി ഇഷ്ടമാണെങ്കിൽ കസൂരി മേത്തി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. അതിനുവേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. അതിൽ പാലക്ക് മാത്രം അവസാനം ചേർത്താൽ മതി, ബാക്കിയെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരല്പം മാത്രം, ഒരുപാട് ഉപ്പിടരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപ്പിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നമ്മളെപ്പോഴും ഉപ്പ് എപ്പോഴും സൂക്ഷിച്ചിടാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം, ആദ്യം തന്നെ ഒരുപാട് ഇടണ്ട. ഒരല്പം 2 നുള്ളി ഇട്ടാൽ മതി. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാം. ഇച്ചിരി നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവേ. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ആ സമയം കൊണ്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കടലമാവ് 5 ടേബിൾ സ്പൂൺ, ഫുൾ സ്പൂൺ ഉണ്ട്, 5 ടേബിൾ സ്പൂൺ ബേസൻ പൗഡർ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയില്ലേ, ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കായം പൊടി, കായത്തിൻ്റെ പൊടി ഒരു 2 നുള്ളു മാത്രം മതി, ഒരുപാട് വേണ്ട. അപ്പോൾ കൈപ്രസം വരെ കൂടിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ 1 നുള്ള് ഓപ്ഷനിലാണ് പെരുംജീരകത്തിൻ്റെ പൊടി. അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇത്രയും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ മിക്സ് ചെയ്യാൻ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിലോട്ട് ഒരു 2 നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് നമുക്ക് പിന്നെ നോക്കി ചേർത്താൽ മതി, ഇപ്പം ചേർക്കണ്ട. എല്ലാം കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നന്നായിട്ട് പിഴിയുമ്പോഴും വെള്ളം വരുന്നുണ്ട്, അത് വരണം. അതിന് ശേഷമാണ് നമുക്ക് ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഇടണം. അതിന് മുൻപായിട്ട് പാലക്ക്, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് അല്ലെങ്കിൽ ചീരയോ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇട്ടൊന്ന് മാത്രം ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൗഡർ ഇട്ട് കൊടുക്കുക. പച്ചക്കറിയുടെ അളവനുസരിച്ചാണ് ഇതിൽ ചേർക്കുന്ന പൊടികളുടെ അളവും വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അങ്ങ് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ ഇനി ഇരിക്കണം, വിട്ടു പോരാൻ പാടില്ല. ഇതിങ്ങനെ ഇടുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവ് പോലെ തോന്നണമെങ്കിൽ ഒരു അല്പം വെള്ളം മാത്രം തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ, ഒരുപാട് വെള്ളത്തിൽ ഒഴിക്കരുത്. ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, ഈ പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളം തന്നെയാണിത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിച്ചോളൂ കേട്ടോ. അല്പം കൂടെ ഉപ്പാവാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് ഒന്ന് തിന്നാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണേ. പിന്നെ ചിലവർ ഇതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഇടാറുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുക, നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തുക കേട്ടോ.
അതിനുശേഷം തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലാണ്ട് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഉരുട്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ക്രിസ്പാവും, ഉള്ളിൽ കുക്കാവില്ല. ഈ നമ്മുടെ കടലമാവ് കുക്കാവാൻ കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ കൈപ്രസ് ഉണ്ടാവും. കുക്കായി എന്ന് വിചാരിച്ച് തുറന്ന് നോക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ പച്ച ടേസ്റ്റ് ആയിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് പരത്തിയിട്ട് വേണം ബജ്ജി ഉണ്ടാക്കാൻ കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈവൻ സവാള ബജ്ജി ആണെങ്കിലും എന്ത് ബജ്ജി ആണെങ്കിലും അങ്ങനെ ചെയ്തോളൂ. ഇങ്ങനെ ഉണ്ട ഉരുട്ടി ചെയ്യരുത്. ഉണ്ട ഉരുട്ടി ചെയ്യുകയാണെങ്കിൽ അത്ര സമയം വേണം, അതൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ മീഡിയം ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണ വേണം, അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. കറക്റ്റ് ചൂടാണ്. പിന്നെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ കുക്കാവില്ല. പുറത്തങ്ങനെ നല്ല കളർ ചേഞ്ച് ആവും, പക്ഷെ ഉള്ളിലിങ്ങനെ പച്ചയായിട്ട് ഇരിക്കുകയും ചെയ്യും. ചെറിയ പോർഷനായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഇടരുതേ. കാരണം എല്ലാം പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവും. അത് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചൂട് കുറഞ്ഞിട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണ ഭയങ്കരമായിട്ട് കുടിച്ച് ക്രിസ്പി ആവില്ല. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഒരുപാട് നിറച്ചിടരുത്, ഇത്ര മതി. ഇനി തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നന്നായി കുക്കാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളിത് കഴിക്കുന്ന ഒരു പക്കോടയാണത്, നെക്സ്റ്റ് വെജിറ്റബിൾ പക്കോട. കുഞ്ഞു ടിപ്സാണ്, പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് വരും കേട്ടോ. എപ്പോഴും പക്കോട നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇന്നലെ ബട്ടർ ചിക്കൻ്റെ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബട്ടർ ചിക്കൻ്റെ കൂടെ കോമ്പിനേഷൻ ഒരാൾ കഴിക്കുന്നത് കാണുന്നത്. അവൻ വന്നപ്പോഴേക്കിനും രാത്രി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇച്ചിരി ചൂടാറിയപ്പോൾ പുള്ളി ബട്ടർ ചിക്കൻ്റെ കൂടെ അങ്ങ് എടുത്ത് കഴിച്ചു. ഇത് സാധാരണ രീതിയിൽ നമ്മൾ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാറ്. അപ്പോൾ നല്ല ഗോൾഡ് കളർ ആവുന്നവരെ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് നൈസാക്കിയിട്ട് ഇടാം കേട്ടോ. ഞാൻ ക്യാബേജും സവാളയും കൂടിയിട്ടുള്ള ഒരു ബജ്ജി ഇട്ടിട്ടുണ്ട്. സവാള ബജ്ജി തനി ഇട്ടിട്ടുണ്ട്, അതായത് ഉള്ളി ബജ്ജി എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതും സൂപ്പറാണ്. എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാനും പറ്റും, പക്ഷെ നല്ല രുചിയാണ്. എന്തൊക്കെ വെജിറ്റബിൾസ് ഇട്ടാലും നമുക്ക് മനസ്സിലാവില്ല. നല്ല രുചിയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. പിന്നെ എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് എടുത്തോളൂ, അപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നോളും. എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളിത് കോരി മാറ്റി എടുക്കുന്ന സമയത്ത് ഒരിക്കലും തീ കുറയ്ക്കാനോ തീ ഓഫ് ചെയ്യാനോ പാടില്ല. അങ്ങനെ വന്നാലും ഇതിൽ എണ്ണ കുടിക്കും, അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബജ്ജി ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. ചൂട് കൂട്ടിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലായിരിക്കുന്ന സമയത്ത് നമുക്കിതങ്ങ് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡ് കളറാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ബാച്ച് ഇടുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലോട്ട് തീ കുറച്ചിരിക്കണം, ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലോട്ട് എണ്ണ ആയതിനു ശേഷം മാത്രമേ നമ്മളിത് ഇടാൻ പാടുള്ളൂ, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അതിൽ നിന്ന് പറഞ്ഞെടുത്തിട്ട് സൂപ്പറായി വന്നിട്ടുണ്ടോ? ക്രിസ്പി ആയിട്ടുണ്ട്, ഒട്ടും തന്നെ സോഗി ആയിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ള പക്കോടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ ഈസി പീസിയാണ്. ഞാൻ പറയുന്ന ടിപ്പൊന്ന് പരീക്ഷിച്ചാൽ മതി. അപ്പോൾ ചെറിയ ടിപ്പുകളാണ്, അത് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ. അതുകൊണ്ടോ ഇത്രയും ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.